ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷെഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴത്തൊലിക്ക് യാതൊരു വിലയുമില്ല. പഴം തിന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാലിന്യം. എന്നാൽ ഈ പഴത്തൊലിക്ക് അത്യുഗ്രൻ സൗന്ദര്യവർദ്ധക വസ്തുവായി മാറാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല അല്ലേ? അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ മുഖസൗന്ദര്യം സംരക്ഷിക്കാൻ പഴത്തൊലി ബെസ്റ്റാണ്. പഴത്തൊലി ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു 5 വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളാരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും, അത് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ള ആ 5 വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് മുഖക്കുരു മാറ്റാനുള്ളതാണ്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, സിങ്ക്, അയൺ എന്നിവയുടെ കലവറയാണ് പഴത്തൊലികൾ. അതിനാൽ ഇതിന് മുഖക്കുരുകളോട് ഫലപ്രദമായി പോരാടാനുള്ള കഴിവുണ്ട്. പഴത്തൊലി കഷ്ണങ്ങളാക്കി അവയുടെ ഉൾഭാഗം മുഖക്കുരു ഉള്ള ഭാഗങ്ങളിൽ ഉരസുക. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇത് ദിവസത്തിൽ 2 തവണ ആവർത്തിച്ചാൽ മുഖക്കുരുകൾ ഇല്ലാത്ത സുന്ദര ചർമ്മം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പും അതുപോലെ മുഖത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ടും ഇത് യൂസ്ഫുള്ളാണ്. പഴത്തൊലിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറത്തെയും പ്രായാധികത്തെയും ചെറുക്കും. രാത്രി കിടക്കും മുൻപ് കണ്ണിന് താഴെ പഴത്തൊലി കൊണ്ട് ഉരസുക. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് മുഖം കഴുകി ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമുക്ക് പുരട്ടാവുന്നതാണ്. ആഴ്ചയിൽ ഇതൊരു 3 തവണ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മികച്ച ഫലം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പിന്നെയെന്ന് പറഞ്ഞത് പല്ലിൻ്റെ വെളുപ്പിനാണ്. മഞ്ഞ നിറമുള്ള പല്ലുകൾ പലരുടെയും പ്രധാന സൗന്ദര്യ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് പഴത്തൊലിക്ക് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. പഴത്തൊലി കൊണ്ട് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. പല്ല് തേച്ച ശേഷം പഴത്തൊലി കൊണ്ട് പല്ലിൽ ഉരസുക. അതിനുശേഷം വീണ്ടും പേസ്റ്റ് ഇല്ലാതെ പല്ല് തേക്കുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലിൻ്റെ ഈ മഞ്ഞ നിറമൊക്കെ മാറിയിട്ട് നല്ല വൃത്തിയാവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നെ സ്ട്രെച്ച് മാർക്സ് മാറ്റാനായിട്ട് പഴത്തൊലി നല്ലൊരു ഐറ്റമാണ്, നല്ല ബെസ്റ്റാണത്. മുഖക്കുരു, മുറിപ്പാടുകൾ തുടങ്ങി സൗന്ദര്യത്തെ ബാധിക്കുന്ന ചർമ്മത്തിലെ വിവിധ തരത്തിലുള്ള പാടുകൾ മാറ്റുന്നതിന് പഴത്തൊലി നമുക്ക് ഉപയോഗിക്കാം. പാടുകളിൽ പഴത്തൊലിയുടെ ഉൾവശത്തെ പൾപ്പ് തേച്ച് പിടിപ്പിക്കുക. രാത്രി മുഴുവൻ ആ ഭാഗത്ത് സൂക്ഷിച്ച ശേഷം രാവിലെ ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇത് ആവർത്തിച്ച് ചെയ്യുന്നത് മികച്ചൊരു ഫലം, ഈ ഒരു സംഭവത്തിന് മികച്ചൊരു ഫലം ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിലിനും ഇത് നല്ലതാണ്. തൊലിപ്പുറത്തെ ചൊറിച്ചിൽ, അലർജി എന്നിവയ്ക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് പഴത്തൊലി ഉപയോഗിക്കാവുന്നതാണ്. ചൊറിച്ചിലുള്ള ഭാഗത്ത് പഴത്തൊലി കൊണ്ട് നന്നായിട്ടൊന്ന് ഉരസുക. ഒരു 15 മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളഞ്ഞാലും മതിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ 5 വഴികൾ. വളരെ സിമ്പിളാണ്, വളരെ നിസ്സാരമാണ്. നമ്മൾ എന്താ പറയുക, പിന്നെ അത്രയ്ക്കും നമ്മൾ വേസ്റ്റായിട്ട് എടുത്ത് കളയുന്ന ഈ ഒരു പഴത്തൊലിയിലൂടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു മാർഗം തന്നെയാണ് ഈ പഴത്തൊലി കൊണ്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ടിപ്സുകൾ, ഇനിയും ഒരുപാട് ടിപ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതെല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ഒരു